മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷനും ഈ ഒരു മഴക്കാലത്തുണ്ട് എന്നുള്ളതാണ്. ഒരു റെയിൻബോ എഫക്റ്റ് ഒക്കെ മാതിരി അല്ലെ? അതെ, ഇപ്പം എന്താ പറയാ, മഞ്ഞായിട്ടും ഓറഞ്ചായിട്ടും നീലയായിട്ടും, പക്ഷെ അങ്ങനെ പല കളറിൽ അല്ലെങ്കിൽ പല നിറങ്ങളിലുള്ള എന്താ പറയാ റെയിൻകോട്ടുകൾ അതിന് മഴക്കാലം ഒക്കെ ആയി. ഇപ്പൊ നമുക്കറിയാം, സോഷ്യൽ മീഡിയ തുറന്ന എല്ലാവരുടെയും ഫീഡിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും റീൽസിന് സ്റ്റോറിയിലൊക്കെ നമുക്കിപ്പോൾ മഴ കാണാൻ പറ്റും. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് മഴ ആസ്വദിക്കുന്ന ഒരു സമയമാണത്. എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ ആ ചൂടിന് ശേഷം മഴ പെയ്തപ്പോൾ ഉള്ളൊരു സന്തോഷമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിന് മറുവശം കൂടിയുണ്ട്. അതായത് ഈ മഴ വരുമ്പോൾ, ഇത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു മഴ വരുമ്പോൾ പേടിക്കുന്ന ഒരു കൂട്ടം ജനതയും നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഉണ്ട്. അതായത് ഈ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെള്ളം കയറുമോ അല്ലെങ്കിൽ ഷീറ്റിൽ എന്താ പറയാ മേൽക്കൂരിടിഞ്ഞ് വീഴുമോ അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റും ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു മഴയുടെ ഒരു നൊസ്റ്റാൾജിയ തിങ്സ് ഉണ്ട്. ഈ സ്കൂൾ ഓപ്പണിംഗ് ടൈമാണ്. സ്കൂൾ ഓപ്പണിംഗ് ടൈം ആവുമ്പോൾ ഈ ഒരു മഴ നനഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഈറനോണ്ടെത്തിട്ട് സ്കൂളിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിലിരുന്ന് പഠിക്കുക, ആ ഒരു സൗണ്ട്, ആ ഒരു മഴയുടെ ശബ്ദം, അല്ലെങ്കിൽ മഴയുടെ ഈ എക്സ്ട്രീം സൗണ്ട് കൂടുമ്പോൾ ടീച്ചർ ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. അതേപോലെ ഈ ചായ പരിപ്പുവട മഴ, ആ ഒരു ജോൺസൺ മാഷിന്റെ പാട്ട്, ആ ഒരു ജോണറിലേക്ക് ഒരു മഴയുടെ വൈബ് പിടിക്കുന്നത്. അതേപോലെ തന്നെ മഴയുടെ തന്നെ ഓരോ ജോണറിലുള്ള സ്റ്റോറീസ്, വീഡിയോസ് ഇതൊക്കെ എടുക്കുക, അല്ലെങ്കിൽ മഴ ആസ്വദിക്കുക. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു കൂട്ടം മഴയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മഴയത്ത് പോകാൻ പറ്റിയ കുറെ അധികം സ്ഥലങ്ങളുണ്ട്. ആ ഒരു സ്ഥലങ്ങളിലേക്കുള്ള പ്രത്യേക ട്രിപ്പുകൾ. അതിന്റെ അപ്പുറത്തേക്കൊരു വേർഷനാണ് ഹർഷ ഇപ്പൊ പറഞ്ഞത്. മഴയെ പേടിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ച് 2018 ആ ഒരു പ്രളയം വന്നപ്പോഴാണ്, ഇതുവരെ ഫ്ലഡ് ബാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ആ ഒരു ഫ്ലഡ് വന്നപ്പോഴാണ് പലർക്കും ആ ഒരു ഫ്ലഡിന്റെ എക്സ്ട്രീം ലെവലൊക്കെ മനസ്സിലായത്, എന്താണ് ആ ഒരു സമയം എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു മഴയുടെ ഒരു 10 ദിവസം 15 ദിവസമൊക്കെ നിർത്താതെ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് നമ്മുടെ ന്യൂസ് ചാനൽസിലൊക്കെ ഒരു പോർഷൻ, ഒരു സ്ഥലങ്ങളിലേക്കുള്ള ഫോക്കസ്ഡ് ആണ്. അവിടുത്തെ ആ ഒരു വെള്ളം കയറിയ ആ ഒരു ആൾക്കാരെയൊക്കെ നിരന്തരം ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്നതും, ഒരു ഫുൾ ഡേ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹർഷ പറഞ്ഞ പോലെ ഷീറ്റൊക്കെ പൊളിഞ്ഞു വീഴുന്നതും, ആ ഒരു രീതിയിൽ ഈ നമ്മള് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. മഴ പെയ്യുമ്പോൾ ആ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച്, അല്ലെങ്കിൽ വീടിന് ചുറ്റും ഉറങ്ങാതെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ കലാഭവൻ മണിയൊക്കെ ആ ഒരു കാര്യം തന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് അത്ര മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിലവിൽ ഇപ്പോഴും പല വീടുകളിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു ദുരിതാവസ്ഥ എന്ന് പറയുന്നത്. പല വീടുകളിലെയും ദുരിതാവസ്ഥയിലെയും നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഒരു പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വളരെ പേടിച്ച് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലം ഇപ്പോഴേ വരല്ലേ. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷനും ഈ ഒരു മഴക്കാലത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പം അതിന് പറഞ്ഞതുപോലെ ഇത്രത്തോളം പേടിച്ച് നിൽക്കുന്ന പല വീടുകളും നമുക്ക് ചുറ്റുണ്ട്. മാത്രമല്ല, മഴയുടെ കൂടെ വരുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ കറണ്ട് ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ മഴയിൽ വെള്ളം കയറുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കറണ്ട് ഇല്ലാതെ വരുമ്പോഴേക്കും പല വീടുകളിലും പലർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന, ഒരുപക്ഷെ വരൾച്ച വന്നാൽ പോലും അവർ അത്രത്തോളം ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരാറില്ല. ഇങ്ങനെ മഴ വരുമ്പോൾ അല്ലെങ്കിൽ രാത്രി മുഴുവനും മഴ പെയ്യുമ്പോൾ രാത്രി മുഴുവൻ കാവലിരുന്ന് വീട്ടിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴാതെ നോക്കി നിൽക്കുന്ന ആ ഒരു സമയവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ഒരുപാടുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണാവുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ 100 രൂപയുടെ പല വർണ്ണങ്ങളിലുള്ള റെയിൻകോട്ടുകൾ. ഈ മഴ വരുമ്പോ എന്താ പറയാ, എനിക്ക് തോന്നുന്നു കുറച്ചടുത്ത കാലമായിട്ടേ ഉള്ളൂ. അതെ, കാലമായിട്ടേ ഉള്ളൂ. ആ ഒരു റെയിൻകോട്ടിന്റെ അതിന്റെ തന്നെ ഒരു വീഡിയോസ് പലപ്പോഴും വൈറലാവാറുണ്ട്. എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഒരു റെയിൻബോ എഫക്റ്റ് ഒക്കെ മാതിരി അല്ലെ? അതെ, ഇപ്പം എന്താ പറയാ മഞ്ഞായിട്ടും ഓറഞ്ചായിട്ടും നീലയായിട്ടും, പക്ഷെ അങ്ങനെ പല കളറിൽ അല്ലെങ്കിൽ പല നിറങ്ങളിലുള്ള എന്താ പറയാ റെയിൻകോട്ടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഈ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അതിന്റെ ആവശ്യമില്ല, അപ്പൊ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുള്ള, സാധാരണക്കാർക്ക് ഇപ്പൊ 2 വീലറിൽ പോകുന്നവർക്ക് റെയിൻകോട്ട് എടുക്കാൻ മറന്നവർക്കാണെങ്കിലും ഒരുപാട് പൈസ ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന റെയിൻകോട്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ദുരവസ്ഥ എന്ന് പറയാം, ഈ വൈറൽ ഫീവർ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈറൽ ഫീവർ വന്നാൽ ഏതൊരാളുകൾക്കും ഭയമായിരിക്കും ഉള്ളിൽ. കാര്യം കോവിഡിന്റെ മറ്റൊരു വകഭേദം വന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് വ്യാപിച്ചു വരുന്ന ഒരു സാഹചര്യമാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരും അതിന്റെയൊക്കെ സിംറ്റംസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പനി, ജലദോഷം, അതുപോലെ തന്നെ ഈ മഴ സമയത്ത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വരുന്ന ഒരു വൈറൽ ഫീവറിന്റെ സിംറ്റംസും സെയിം തന്നെയാണ്. അപ്പം ഇതും എനിക്ക് തോന്നുന്നു മഴക്കാലം വരുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള മറ്റൊരു പേടിയാണ്. ഈ വെള്ളം വീഴുന്നു അല്ലെങ്കിൽ വെള്ളം കയറുന്നു എന്നതിലുപരി എന്താ പറയാ, ജീവന് പോലും ഭീഷണിയാവുന്ന കോവിഡ് ആണോ ഈ വന്നിരിക്കുന്ന വൈറൽ ഫീവർ തന്നെയാണോ എന്ന് കൺഫ്യൂഷൻ, ആ ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോവാണ്. അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു മഴയത്ത് നമുക്കറിയാം, റോഡ് ഏതാ തോട് ഏതാന്ന് കാണാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ട് നമുക്ക്. ആ ഒരു സമയത്ത് ഈ ലൈൻ പൊട്ടി വീഴുക, ആ ഒരു അപകടങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു എക്സ്ട്രീം ലെവലാണ്. കുറെ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും, കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, എല്ലാ റോഡുകളിലും ഇതേപോലെ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ അതുവഴി സഞ്ചരിക്കുന്ന ആൾക്കാർക്ക്
ഈ ലൈൻ പൊട്ടി വീഴുക, അതിന് ഷോക്ക് ഏൽക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു നിലവില് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഒരു മഴക്കാലത്ത് എന്ന് പറയുന്നത്. ശരിയാണ്. ഇപ്പം ഇന്നലെ തന്നെ ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കറണ്ട് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒട്ടും വെട്ടമില്ലാതെ നമ്മൾ പോകുന്ന ഹമ്പ് ഏതാ, കട്ടർ ഏതാ, തോടേതാ, റോഡ് ഏതാ ഒന്നും മനസ്സിലാവാത്തതുപോലെ തന്നെ റോഡാണെങ്കിലും ഇപ്പം ഒരു മഴ കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ മോശമായ അവസ്ഥയിലേക്കുള്ള റോഡിന്റെ അവസ്ഥ. അപ്പൊ അതിൽ എങ്ങനെയൊക്കെയാവോ വീട്ടിലെത്തി എന്ന് പറയും. അപ്പം എന്നെ പോലുള്ളവർക്ക്, അല്ലാതെ പ്രായമുള്ള ആളുകൾ, ടൂ വീലറിൽ പോകുന്നവര് അല്ലെങ്കിൽ നടന്നു പോകുന്നവരാണെങ്കിലും അവർക്ക് അറിയാൻ പറ്റുന്നില്ല കുഴി ഏതാണ് അല്ലെങ്കിൽ റോഡ് ഏതാണെന്ന് അറിയാതെ വീഴാനോ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം ഒരുപാടായിട്ട് കണ്ടുവരുന്നത്. അതെ, ഈ മഴയുടെ മധുര സ്മരണകൾ അല്ലെങ്കിൽ മധുര ഓർമ്മകൾ എന്ന രീതിയിലേക്ക് മഴ ഉള്ളതുപോലെ തന്നെ മഴ അത്ര നല്ല അനുഭവമല്ല പലർക്കും. ഒരു ദിവസം ഫുൾ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുരിതാനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ പേടിയോടെ നോക്കുന്ന ഒരു സമൂഹം കൂടി നമുക്കുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മഴയത്ത് മാത്രം പൊങ്ങി വരുന്ന ഒരു ചർച്ചയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അതെ, എല്ലാവരും ഭീതിയോടുകൂടി കാണുന്ന, അല്ലെങ്കിൽ ആ ഒരു മുല്ലപ്പെരിയാറിനെ പറ്റി എല്ലാ മഴക്കാലത്തും നമ്മൾ ചർച്ച ചെയ്യും. എല്ലാ ആൾക്കാരും ഒന്ന് ആലോചിക്കും. ഒരു 2-3-5 ദിവസം കണ്ടിന്യൂസ് മഴ പെയ്ത് ഡാമിലൊക്കെ വെള്ളം പൊങ്ങുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് അലേർട്ടൊക്കെ വരുമ്പോഴത്തേക്കും മുല്ലപ്പെരിയാറിന്റെ വിഷയം നമ്മൾ സംസാരിക്കും. അതെ, ഇപ്പൊ ഇന്നലെ തന്നെ മലങ്കര ഡാം രാത്രി തുറന്നു പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ തുറന്ന. ആ സമീപപ്രദേശങ്ങളിൽ വെള്ളം കയറിയപ്പോൾ പലരും ഭയത്തോടുകൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. അപ്പൊ പിന്നെ ഈ മുല്ലപ്പെരിയാർ, അതിനുശേഷമാണ് മുല്ലപ്പെരിയാർ ഇങ്ങനെ ഒരു ഡാം ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ പലർക്കും വരുന്നത് തന്നെ ഈ മഴക്കാലത്താണ്. വേനൽക്കാലത്ത് അതിനെക്കുറിച്ച് ഒരു ചർച്ചയും നമ്മൾ കേൾക്കാറില്ല. മഴക്കാലം ആവുന്ന സമയമാകുമ്പോഴത്തേനും ഇനി മുല്ലപ്പെരിയാറിൽ വെള്ളലായി, പിന്നെ വെള്ളം പൊങ്ങലായി, ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം തുറക്കലായി, അങ്ങനെ പല പേടിപ്പെടുത്തുന്ന അറിയിപ്പുകളായിരിക്കും ഇനി നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും.